വേൾഡ് ആൻഡ് PSCയുടെ പുതിയ അപ്ഡേറ്റ്സ് ദിവസവും നിങ്ങൾക്ക് ലഭിക്കാനായി ഈ ചാനൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ അപ്ലോഡ് ചെയ്ത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായി അടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, GK വേൾഡ് ആൻഡ് PSCയുടെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എന്നും പറയുന്നത് തന്നെ ആവർത്തിക്കുകയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. ക്ലാസ്സിനെ കുറിച്ചുള്ള സജഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഞങ്ങളുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തതിനെ അറിയിക്കാവുന്നതാണ്. അപ്പം അൺഅക്കാഡമിയിലൂടെ നിങ്ങൾക്ക് GK വേൾഡ് ആൻഡ് PSCയുടെ സൗജന്യ PSC കോച്ചിങ് ക്ലാസ്സുകൾ ലഭ്യമാകുന്നതാണ്. എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാം ഇൻക്ലൂഡിങ് റെയിൽവേ, RPF എല്ലാത്തിനും കോമൺ ആയിട്ടുള്ള സിലബസ് ആണ് ഞാൻ അൺഅക്കാഡമിയിൽ നിങ്ങൾക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ പ്രൊഫൈൽ. ഈ പ്രൊഫൈലിൽ നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്ത് കോഴ്സിൽ എൻറോൾ ചെയ്യാവുന്നതാണ്. ഇത് ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി എത്തിച്ചു കൊടുക്കുക. PSC പഠിക്കുന്ന എല്ലാവർക്കും വീട്ടിലിരുന്ന് തന്നെ സൗജന്യമായിട്ട് ക്ലാസ്സുകൾ ലഭ്യമാകുന്നതാണ്. ഓക്കെ, ഇന്ത്യയിലെ ചുമന്ന നദി എന്ന് അറിയപ്പെടുന്നത് ഏതിനെയാണ്? ചോദ്യം ഇതാണ്, ഇന്ത്യയിലെ ചുമന്ന നദി എന്നറിയപ്പെടുന്നത് ഏതിനെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ബ്രഹ്മപുത്ര. അപ്പോൾ ബ്രഹ്മപുത്രയാണ് ഇന്ത്യയിലെ ചുമന്ന നദി എന്ന് അറിയപ്പെടുന്നത്. അന്താരാഷ്ട്ര ദിനാങ്കരേഖ കടന്നു പോകുന്നത് കടലിടുക്ക് ഏതാണ്? ബെറിംഗ് കടലിടുക്ക്. ബെറിംഗ് കടലിടുക്കിലൂടെയാണ് അന്താരാഷ്ട്ര ദിനാങ്കരേഖ കടന്നു പോകുന്ന കടലിടുക്ക്. അന്തരീക്ഷ പാളികളിൽ ഏറ്റവും സാന്ദ്രത കൂടിയ ഭാഗം ട്രോപ്പോസ്ഫിയർ. നാഥുല ചുരം ഏത് സംസ്ഥാനത്താണ്? സിക്കിം. ഭൂപട നിർമ്മാണത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ കാർട്ടോഗ്രഫി. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക ഇന്ത്യൻ രാജ്യം ഏതാണെന്നാണ് ഏക ഏഷ്യൻ രാജ്യം ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഇന്തോനേഷ്യ. ഇന്ത്യയിൽ മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപ് മഡഗാസ്കർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളിലൂടെ കടന്നു പോകുന്ന കേരളത്തിലെ നദി പെരിയാറാണ്. കേരളത്തെ കർണാടകയിലെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരം പെരമ്പാടി ചുരം. ലിറ്റിൽ ടിബറ്റ് എന്നറിയപ്പെടുന്ന പ്രദേശം ലഡാക്ക് ആണ്. അടുത്ത ചോദ്യം, ലക്നൗ നഗരം സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ്? ഗോമതി നദി. നാസിക് നഗരം സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ്? ഗോദാവരി. അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിച്ച ആദ്യ ഗവേഷണ കേന്ദ്രത്തിന്റെ പേര് ദക്ഷിണ ഗംഗോത്രി. ഭൂമധ്യരേഖയ്ക്ക് സമീപമുള്ള ഇന്ത്യൻ മെട്രോപൊളിറ്റൻ നഗരം ഏതാണ്? ചെന്നൈ. തിരുച്ചിറപ്പള്ളി നഗരം സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ്? കാവേരി നദി. തഞ്ചാവൂർ നഗരം സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ്? കാവേരി നദി. മയൂരക്ഷി ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാൾ. അജ്മീർ നഗരം സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ്? ലൂണി. കാലഹാരി മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ദക്ഷിണാഫ്രിക്ക. മധുര നഗരം സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ്? ഉത്തരം വൈഗ. ഗോദാവരി നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? നാസിക് കുന്നുകൾ. ഏറ്റവും നീളം കൂടിയ ഹിമാലയൻ നദി ഗംഗ. റഷ്യയുടെ ദേശീയ നദി വോൾഗ. മോഹൻജദാരോ, ഹാരപ്പ എന്നീ പ്രാചീന നഗരങ്ങൾ ഇന്ന് ഏത് രാജ്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? പാകിസ്ഥാൻ. ഏത് സംസ്ഥാനത്താണ് ബഖ്ലിഗാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്? ജമ്മു കാശ്മീർ. ട്രൈഗ്രീൻസ് നദി ഏത് രാജ്യത്തിലൂടെയാണ് ഒഴുകുന്നത്? ഇറാഖ്. കേരളത്തിലെ ഏത് നദിയിലാണ് ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ ഉള്ളത്? പെരിയാർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപ്പുജല തടാകം ഏതാണ്? ഒറീസയിലെ ചിൽക്ക. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപ്പുജല തടാകം ചിൽക്ക. ഹിരാക്കുഡ് അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? മഹാനദി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം കൊല്ലൂരു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, പർവ്വതങ്ങളെ കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓറോളജി. കൊയ്ന ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്ര. സംഭാർ തടാകം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാൻ. ഇന്ത്യയിലെ ഏറ്റവും പ്രാചീനമായ പർവ്വതനിര ഏതാണ്? ആരവല്ലി പർവ്വതം.
അൽമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? കൃഷ്ണ നദി. ഉണ്ടായിരുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസസ് ആണ്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് തന്നെ അറിയിക്കാവുന്നതാണ്. എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുമെങ്കിൽ മാത്രമേ എനിക്ക് അറിയാൻ സാധിക്കുള്ളൂ. അപ്പോൾ അടുത്ത എപ്പിസോഡുമായിട്ട് വീണ്ടും ഞാൻ വരുന്നതാണ്. Till then, bye bye and thank you.